കുട്ടികളോട് അച്ഛനമ്മമാര് ദേഷ്യപ്പെടും. എവിടെ നോക്കിയാടാ ഇരിക്കണത് എന്നും പറഞ്ഞ്. മറ്റേതിങ്ങോട്ട് വരുമ്പോ വണ്ടി വരുമ്പോ സൂക്ഷിക്കണ്ടേ, നീ മാറണ്ടേ? നമ്മൾ ജാഗരാവസ്ഥയിലിരിക്കണം അനുനിമിഷം. എത്രമാത്രം ജാഗ്രതയുണ്ടോ അത്രയും ജീവിതത്തിൽ വിജയം വരാം. പരമാവധി ശ്രദ്ധിക്കുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കുത്തിയിടുമ്പോഴും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ആധുനിക ലോകത്ത് അനുനിമിഷം അപകടങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ, വാഹനത്തിലിരിക്കുമ്പോൾ, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ നമുക്കറിഞ്ഞൂടെ ഇടയ്ക്ക് ഇടത്തൊണ്ടാന്നുണ്ടല്ലോ, കഴിക്കുന്നത് അതിലേ പോയാൽ ശ്വാസം മുട്ടി മരിക്കില്ലേ? ഒരു പട്ടാളത്തലവൻ ആഹാരം കഴിക്കുമ്പോൾ ഇടത്തൊണ്ടേ കുടുങ്ങി മരിച്ചായിട്ട് എൻ്റെ ബാല്യത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. സംഭവിക്കാം. ഉമിനീര് എന്തിനുള്ള? നമ്മളുടെ ആഹാര വസ്തുക്കൾ ദഹിപ്പിക്കാനാണ്. ഈ ഉമിനീര് ഇടത്തൊണ്ടേ കുടുങ്ങിയിട്ട് ഞാൻ ബുദ്ധിമുട്ടാറുണ്ട്. കുറെ ചുമയ്ക്കും. നമുക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ശരീരം എന്ത് ചെയ്യിച്ചാൽ ഇതിന്റെ സഹായത്തിന് സ്വയം ചില സംഗതികളൊക്കെ ചെയ്യും. ഇതാണ് ജാഗ്രതാവസ്ഥ. മക്കളോട് അച്ഛനമ്മമാർ ശ്രദ്ധിക്കണ്ടേ. മുതിർന്നവരോട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കൂ. ജാഗരാവസ്ഥയിലേക്ക് വരൂ, സ്വപ്നാവസ്ഥയിലേക്ക് പോകരുത്. ബൈക്ക് ഇത്ര വേഗത്തിൽ പോകരുത്. അല്ല, അതെന്റെ നിയന്ത്രണത്തില. ഞാനിതൊക്കെ പറഞ്ഞിരുന്നാൽ നിയന്ത്രണത്തില അല്ല. ഈ ജാഗരാവസ്ഥയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ധന്യമീദിനം പറയണ പോലെ പറയുമ്പോ അതില് ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അത് പോരാന്ന്. ഈ ജാഗ്രതയൊന്നും പോരാന്ന്. തലയ്ക്ക് മുകളിൽ എന്താണ് നമ്മൾ നോക്കിയിട്ടാണോ ഇരിക്കുന്നത്? പ്ലാസ്റ്റർ ചെയ്ത് പൊട്ടി അടർന്ന് വീഴും നമ്മൾ വിചാരിക്കുന്നു. ഈ ജാഗരാവസ്ഥയുടെ ഉയർന്നൊരു മണ്ഡലമുണ്ട്. അതാണ് ആന്തരിക ജാഗ്രത. നേരത്തെ പറഞ്ഞത് ജാഗ്രതയുടെ കാര്യമാണ്. ആന്തരിക ജാഗ്രത വിഷയം വേറെ. വൃക്ഷത്തിന്റെ താഴെ തപസ്സിരുന്നു, അതിന്റെ മുകളിൽ നിന്ന് പഴുത്ത ചക്ക തലയിൽ വീഴുമെന്ന് അപ്പ ആലോചിച്ചിട്ടല്ലല്ലോ. തലയിൽ വീഴില്ല. ആന്തരിക ജാഗ്രത എന്ന് പറഞ്ഞാൽ ജാഗ്രതാവസ്ഥയിലാണ്, ആന്തരികമാണ്. അതിന് പറ്റുന്ന ചില പ്രതീകങ്ങൾ ഉണ്ട് പലയിടത്തിലും. 3 ദിവസം മുമ്പേ മൂകാംബി പോയി. അപ്പൊ ധർമ്മപീഠം സദാനന്ദ ആശ്രമത്തിൽ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പൊ ഒരു ബുദ്ധപ്രതിമ പണിതിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് വരൂ എന്ന് പറഞ്ഞു. അവിടേക്ക് കിടക്കാൻ ഒരു താക്കോല് പൂട്ടിയിട്ടിരുന്നു. അങ്ങോട്ട് കടന്നു. ഒരു വളപ്പ്, അവിടെ ആൾവൃക്ഷം, അവിടെ ഒരു ബുദ്ധപ്രതിമ ഉണ്ട്. കുറച്ചു നേരം അവിടെ നിന്നു. ആന്തരിക
ജാഗരാവസ്ഥയെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞു വരുന്നു. ആന്തരിക ജാഗരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കില്ല എന്നല്ല, ആന്തരികമായിട്ട് ആണ് ഈ ജാഗരാവസ്ഥ പോണത്. ജാഗരാവസ്ഥയുടെ ബഹിർമുഖത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അത് വേണം. വാഹനം ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വേണം. എന്നാൽ അതിനൊരു ആന്തരിക മുഖമുണ്ട്. ആ ആന്തരിക മുഖം മൗനമാണ്, ശബ്ദമില്ലായ്മയാണ്. അത് പറ്റാത്തോടത്തോളം കാലം ഞാൻ ആന്തരിക ജാഗ്രതാവസ്ഥയിലാണെന്ന് കള്ളം പറയണ്ട. എല്ലാവർക്കും ന്യായം ഞാൻ ധ്യാനത്തിലായിരുന്നു. അല്ല, ധ്യാനത്തിൽ സംഭവിക്കുന്നത് ജാഗ്രതയാണത്. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ ഉറക്കം വരും, സത്യാട്ടോ. നമുക്കില്ലാത്ത കാര്യങ്ങളും ഇല്ലാത്ത കഴിവുകളെ കുറിച്ച് ഒന്നും പറയണ്ട. പ്രാവർത്തികമല്ലാത്ത ഒരു കാര്യവും 1050 എപ്പിസോഡ് ധന്യമീ ജീവിതത്തിൽ പറയുമ്പോൾ പ്രാവർത്തികമല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ പുസ്തകം കയ്യിൽ നിന്ന് വീഴും. വീണിട്ടുണ്ട്, വീണമെന്നല്ലാട്ടോ, നിവൃത്തിയില്ല. മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നാലും കുറെ ഗുണം കിട്ടും, കുറെ ഗുണം കിട്ടും. അത് വിചാരിച്ചാൽ മതി. അപ്പൊ കുറച്ചു മുമ്പേ ധന്യമീ ജീവിതം പതിവായി കേൾക്കുന്ന ശശികല എന്നൊരു സ്ത്രീ വീട്ടിൽ വന്നാൽ പറഞ്ഞു, കേൾക്കുമ്പോൾ കുറെ ഗുണം ഉണ്ടാവുന്നുണ്ട്. ഇത്ര മതി. ജാഗരാവസ്ഥ എന്ന് പറഞ്ഞാൽ മൗനവുമായിട്ട് ചേരലാണ്. ആ ജാഗരാവസ്ഥയായിട്ട് ചേരുമ്പോൾ ഇവിടെ എല്ലാം കറക്റ്റായിക്കൊള്ളും. ബുദ്ധൻ പറഞ്ഞതും ബാഹുബലി പറഞ്ഞതും ഒക്കെ എന്നെ സ്വാധീനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ മൗനത്തിന് വലിയ ശക്തി ആണ്. ആന്തരിക ജാഗ്രത എന്ന് പറഞ്ഞാൽ സുപ്രീമായിട്ട് കണക്ഷൻ എടുക്കുക എന്നർത്ഥം. സുപ്രീം ട്രൂത്ത്, കോസ്മിക് പവർ എന്ന് പറഞ്ഞോളൂ, ഒമ്നി പൊട്ടന്റ് എന്ന് പറഞ്ഞോളൂ, അതുമായിട്ട് കണക്ഷൻ എടുക്കലാണ് ഈ മൗനം. അത് ജാഗരാവസ്ഥയാണ്. അത് സൂക്ഷ്മമായിട്ടുള്ള ജാഗരാവസ്ഥ. സൂക്ഷ്മത്തിൽ ജാഗരാവസ്ഥയിലേക്ക് വരിക. ആ ശക്തിയുമായിട്ട് കണക്ഷൻ വരുമ്പോൾ ആ ശക്തിയിൽ നിന്ന് ഉണ്ടായതാണ് പ്രകൃതിയിലെ ആകാശതത്വം. ആകാശം എന്ന് പറഞ്ഞാൽ സ്കൈ എന്നുള്ള അർത്ഥമല്ല. നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല ആകാശം. നമ്മുടെ ശരീരത്തിനകത്ത് മുഴുവൻ ആകാശമാണ്. അസ്ഥി എന്നൊക്കെ പറഞ്ഞു. അസ്ഥിയുടെ ഇടയിൽ കൂടെ എക്സ്റേ എങ്ങനെയാ പോണത്? മൊബൈൽ തരംഗങ്ങൾ എങ്ങനെയാ പോണത്? ഇതൊക്കെ ആകാശതത്വം. അതിശക്തമാകും. അതിശക്തമാകുമ്പോൾ വായുതത്വം കറക്റ്റാവും. ശ്വാസമുക്തി കൃത്യമാവും. പക്ഷെ അത് വരില്ല. ഇത് രണ്ടും കറക്റ്റാകുമ്പോൾ അഗ്നിതത്വം നമ്മോട് ചേർത്ത് വരികയാണ്. അവർക്ക് നീതിബോധം ഉണ്ടാവും, അഗ്നിയുടെ സ്വഭാവം. അപ്പൊ ആർദ്രത വരികയാണ്. സ്നേഹം അങ്ങനെ വരണം. ഈ ആന്തരികമായിട്ടുള്ള രീതിയിലേക്ക് ജാഗ്രതാവസ്ഥയെ കൊണ്ടുവരുമ്പോൾ സ്നേഹം, ആർദ്രത, ജലതത്വം. പിന്നെയോ ക്ഷമ, ഭൂമിയുടെ അവസാനത്ത് ഈ ഗുണങ്ങൾ കിട്ടും. ശ്രദ്ധിക്കുക, ജാഗരാവസ്ഥയിൽ ജീവിക്കണം. പക്ഷെ ആന്തരിക ജാഗരാവസ്ഥ എന്നുള്ളത് മറ്റൊന്നാണ്. ആലോചിക്കുന്നത് നല്ലതാണ്. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം.